ക്യാപിറ്റൽ പനിഷ്മെന്റ് നൽകണമെന്ന് പാർട്ടി സമ്മേളനത്തിൽ പ്രസംഗിച്ച ചെറുപ്പക്കാരന് പെട്ടെന്ന് ഉന്നത പദവികളിലെത്താൻ കഴിഞ്ഞെന്ന് സമ്മേളന പ്രതിനിധിയായിരുന്ന മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം പിരപ്പൻകോട് മുരളി തുറന്നു പറയുകയാണ്. വി എസിന്റെ ഈ മറുപടിക്ക് കാരണമായ പ്രസംഗം യഥാർത്ഥമാണ്. വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് CPM സമ്മേളനത്തിൽ യുവാവ് പ്രസംഗിച്ചത് കെട്ടുകഥയായിരുന്നില്ല. പാർട്ടി നേതാക്കൾ ചിരിച്ച് പ്രോത്സാഹിപ്പിച്ചതല്ലാതെ പ്രസംഗം നിർത്താൻ ഒരാളും ശ്രമിച്ചില്ല. 2012 തിരുവനന്തപുരത്ത് നടന്ന സമ്മേളനത്തിൽ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് വിവാഹിത പ്രോത്സാഹിപ്പിക്കുന്ന PS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പ്രസംഗിച്ചു. അത് കേട്ടോണ്ട് ഡയസിലിരുന്ന ആളുടെ ചിരിക്കുകയാണ്. പേര് ഞാൻ പറയുന്നില്ല. അതിന്റെ ഫലമായി സംസ്ഥാന കമ്മിറ്റി വന്നു. ഇപ്പൊ ജില്ലാ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും വന്നു. PS അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തണം എന്നുള്ള തരത്തിൽ ക്രൂശിക്കാനുള്ള മുദ്രാവാക്യങ്ങൾ ഇന്ന് വിളിക്കുന്നുണ്ട്. മാരാരിക്കുളത്ത് വി എസിനെ ചതിച്ച് തോൽപ്പിച്ചതാണ്. ജയിച്ച PJ ഫ്രാൻസിസ് തന്നോട് പലതും വെളിപ്പെടുത്തിയിട്ടുണ്ട്. വി എസിനെതിരെ പ്രവർത്തിച്ച കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ നടപടിയിൽ നിന്നും രക്ഷപ്പെട്ടു. മാരാരിക്കുളത്ത് ജയിച്ചത് എന്റെ മിടുക്കൊന്നുമല്ല, നിങ്ങളുടെ നേതാക്കന്മാർ എന്നെ സഹായിച്ചതുകൊണ്ടാണ്. എന്നിട്ട് ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ എന്നോട് വിശദമായി പറഞ്ഞു. 2 കേന്ദ്ര കമ്മിറ്റി മെമ്പർമാർ, ഒരു സംസ്ഥാന കമ്മിറ്റി മെമ്പർ, TK പളനിയെ പോലെ ചില ആളുകളെ മാത്രം നടപടിയെടുത്ത് മറ്റു പലരെയും രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. 2016 ആദ്യ ടൈമിലെങ്കിലും വി എസിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് വാദിച്ചതിന്റെ പേരിലാണ് പിന്നീട് തന്നെ ഒരു കമ്മിറ്റിയിലും ഉൾപ്പെടുത്താതിരുന്നത്. ഒരു 6 മാസക്കാലമെങ്കിലും വി എസിനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് ഒരാവശ്യം ഉന്നയിച്ചു. മറ്റു പലരും താല്പര്യമുള്ളവരുണ്ടായിരുന്നെങ്കിൽ ആരും ഒന്നും മിണ്ടിയില്ല. എന്നോട് പലരും പറഞ്ഞു, എന്തബദ്ധമാണ് പറഞ്ഞത്, ഇനി ഈ കമ്മിറ്റിയിലും ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു. അതുപോലെ സംഭവിച്ചു. ജയിക്കേണ്ട സീറ്റുകൾ പലതും ബോധപൂർവം തോൽപ്പിച്ച് 2011 തുടർഭരണം സംസ്ഥാന നേതൃത്വം നഷ്ടപ്പെടുത്തി. നമ്മുടെ G. സുധാകരൻ തന്നെ പറഞ്ഞത് 5 നിയോജകമണ്ഡലങ്ങളിൽ ബോധപൂർവം നമ്മളെ സ്ഥാനാർത്ഥികളെ പാർട്ടി തോൽപ്പിച്ചു എന്നാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് വന്നിരിക്കുന്നത്. ഇല്ല, 14 സീറ്റ് ജയിക്കുമെന്ന് പറഞ്ഞാൽ 14 സീറ്റും തോറ്റു, തോൽക്കുമെന്ന് പറഞ്ഞാൽ 14 സീറ്റും നമ്മൾ ജയിക്കുകയും ചെയ്തു. കാരണം നേരത്തെ ജയിക്കുമെന്ന് പറഞ്ഞെങ്കിൽ അതുകൊണ്ട് തോൽപ്പിച്ചനെ. വി എസ് കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്ന പുസ്തകം പുറത്തു വരുന്നതോടെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത നിരവധി വിവാദങ്ങൾക്ക് മറുപടിയാവുമെന്നും പിരപ്പൻകോട് മുരളി പറഞ്ഞു. 2012 തിരുവനന്തപുരം സമ്മേളനം കഴിഞ്ഞപ്പോൾ ഈ ക്യാപിറ്റൽ പനിഷ്മെന്റ് വലിയ വാർത്തയായിരുന്നു. അന്ന് CPM അത് നിഷേധിച്ചു. അന്ന് ആ ക്യാപിറ്റൽ പനിഷ്മെന്റിന് ആഹ്വാനം ചെയ്തത് M. സ്വരാജ് ആണെന്നായിരുന്നല്ലോ. സ്വരാജ് അത് നിഷേധിക്കുകയും പലപ്പോഴും നിയമപരമായ പോരാട്ടത്തിലേക്ക് കടക്കുമെന്ന് വരെ പറഞ്ഞു. കാരണം തെളിവില്ല, പാർട്ടിയുടെ ഇരുമ്പുവറയ്ക്കുള്ളിൽ നടന്നതാണല്ലോ. അപ്പൊ VS ആണെങ്കിൽ പോലും ക്യാപിറ്റൽ പനിഷ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും അതാരാണ് എന്ന് പറഞ്ഞിരുന്നില്ല. പക്ഷെ അന്ന് ആ സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന പിരപ്പൻകോട് മുരളി തന്നെ അത് തുറന്നു പറയുമ്പോൾ ആ ക്യാപിറ്റൽ പനിഷ്മെന്റ് ഒരു കെട്ടുകഥയല്ല എന്ന് തെളിയുകയല്ലേ.